right? It's long distance. I'm speaking English. കുറേ നാളുകളായി ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചത്, അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. Let the Holy Spirit help us to speak that language. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കാനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് ഞാൻ അങ്ങ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. Then we can understand each other. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരും, അത് ഒരു പ്രശ്നമായി മാറും. Pastor told me to give your testimony to me. എൻ്റെ ജീവിത സാക്ഷ്യം ഇന്ന് പറയണമെന്നാണ് പാസ്റ്റർ എന്നോട് ആവശ്യപ്പെട്ടത്. My name is Ravi Maurya. എൻ്റെ പേര് രവി മൗര്യ എന്നാണ്. I'm from Punjab. ഞാൻ പഞ്ചാബിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. I was a Hindu. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. I born and grew up in a Hindu family. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ആ ആചാരങ്ങളിലൊക്കെയും ജനിച്ചു വളർത്തപ്പെട്ടു. I am alone from my family to believe the Lord Jesus Christ. ഞാൻ കർത്താവായ യേശുവിനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഏക വ്യക്തിയാണ്. I want to tell my story, what I was, what I am now. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നുവെന്നും ഇപ്പോൾ ഞാൻ എങ്ങനെയായിരിക്കുന്നുവെന്നും നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് താല്പര്യമുണ്ട്. My childhood was not good. എൻ്റെ ശൈശവകാലം, എൻ്റെ കുട്ടിക്കാലം അത്ര സുഖകരമായിരുന്ന ഒരു കാലമല്ലായിരുന്നു. When I was 12 to 13 and maybe 14, I started to smoke and drink and like that. എനിക്ക് 13-14 വയസ്സുള്ള സമയത്ത് ഞാൻ കുടിക്കുവാനും ഞാൻ വലിക്കുവാനും ഒക്കെ തുടങ്ങിയിരുന്നു. People go to study in school, but we go to smoke and drink and this all. സാധാരണ ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിൽ ഞാൻ സ്കൂളിലൊന്നും പോയിരുന്നില്ല. ഞാൻ കുടിക്കാനും പുകവലിക്കാനൊക്കെ ഉള്ള തരത്തിൽ ഞാൻ മുന്നോട്ട് പോയി. I lost my everything, education, my health, everything because of the intoxication. അതായത് എൻ്റെ ബാല്യകാലത്തിലെ ഈ അവസ്ഥകൾ കാരണം എൻ്റെ ആരോഗ്യവും അതുപോലെ എൻ്റെ വിദ്യാഭ്യാസം ഒക്കെയും ഒന്നുമില്ലാത്ത പോലെ, എല്ലാം നഷ്ടപ്പെട്ട പോലെ. Me and my friend who is living with nearby my home, we both do that, all this intoxication. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരനും ഞാനും കൂടി ഇങ്ങനെ ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ട് ഞങ്ങളുടെ ജീവിതം നശിക്കുവാനായിട്ട് തുടങ്ങി. That was my life going. അങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. So sometimes there are houses in their Catholic brothers who was my friend, who is my friend. The worship in houses they're going on sometime. Their cottage meeting is passed there. ഞങ്ങളുടെ അവിടെ കത്തോലിക്കരായ ചിലരുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫ്രണ്ടായിരുന്നു ഈ ഫ്രണ്ട്. ചില സമയങ്ങളിൽ ഭവനങ്ങളിൽ നടക്കുന്ന ചില പ്രാർത്ഥനകളിൽ, കത്തോലിക്കരുടെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടി. Sometime I attend that worship. I so like Jesus because he loves everybody. എന്നെ സ്വാധീനിച്ച ആദ്യ കാര്യം എന്ന് പറയുന്നത് യേശുവിനെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം യേശുവിൻ്റെ സ്നേഹം എല്ലാവർക്കും ഉള്ളതാണെന്ന ബോധ്യം എനിക്ക് ആ മീറ്റിങ്ങിൽ നിന്ന് ലഭിക്കാനിടയായി. So like going that way, and I have no that time, this much of knowledge what to do in my life. എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലാക്കാനോ തീരുമാനമെടുക്കാനോ ഒന്നും അറിവില്ലാത്തൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. One day we went to one church that called Pastor Jacob John, IPC president. IPCയുടെ പ്രസിഡന്റ് ആയിരുന്ന ജേക്കബ് ജോൺ എന്ന് പറയുന്ന ദേവദാസന്റെ ചർച്ചിലൊരിക്കൽ ഞങ്ങൾ വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് പോകാൻ ദൈവം ഒരു അവസരം നൽകി. My friend mother told me, "Ravi, let me go to church. Their pastor meeting, the church Sunday worship is there. The very well message is there." എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ പറഞ്ഞു, ഇങ്ങനെ ഒരു ചർച്ചുണ്ട്, അവിടെ ഞായറാഴ്ചകളിൽ ആരാധനയുണ്ട്, നല്ല സന്ദേശം. My son also will go with you. ആ അമ്മ പറയാൻ കാരണം, നീ പോയാൽ എൻ്റെ കൂട്ടുകാരനും കൂടി പോകുമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ നിർബന്ധിച്ചത്. So we went there. ഞങ്ങൾ അവിടേക്ക് പോയി. Then I heard message from the servant of Lord. ആ കർത്താവിൻ്റെ ദാസനിൽ നിന്ന് ഞാൻ ആ വചന സന്ദേശം ഒന്ന് കേൾക്കാനാണ്. The first day I gave my life to Jesus. അന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവത്തിന് ഏൽപ്പിച്ചത്. The message I listening from the pastor, he told man is the sinner, man need a savior. ഹല്ലേലൂയ. ആ സന്ദേശം എന്നെ പിടിച്ചു കുലുക്കുവാനിടയായി. ഞാൻ കേട്ട ആദ്യ സന്ദേശം തന്നെ ഇങ്ങനെയായിരുന്നു, മനുഷ്യൻ പാപിയാണ്, പാപിക്ക് ഒരു പാപമോചകനെ ആവശ്യമുണ്ട്. That day I gave my life to Jesus. ആ ദിവസം ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചു. God I researching and finding that God
this is that God who saved me. He can save in my life. ഹല്ലേലൂയ. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന എൻ്റെ പാപങ്ങളിൽ നിന്ന്, എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അന്ന് എനിക്ക് മനസ്സിലായി എന്നെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തെക്കുറിച്ച് അന്ന് കേൾപ്പാനായിട്ടിടയായി. സ്തോത്രം. 2007 and 8 I started to go to the church. 2007 2008 ഞാൻ തുടർമാനമായി ആ സഭയിൽ കടന്നു പോകുവാനിടയായി. When I was going to the church, still I'm doing the smoking, marijuana and the drinking and all things I was doing. എന്നാൽ ഈ 2007 ഞാൻ അവിടെ പോകുമ്പോഴും എൻ്റെ മദ്യപാനമോ പുകവലിയോ ഈ കഞ്ചാവ് തീരുന്നോ ഒന്നും മാറിയിരുന്നില്ല. When the Holy Spirit in my heart touch me and tell me, if you leave everything, I will bless you and heal you. At that time I was suffering with the asthma problem also. ഹല്ലേലൂയ. ഞാൻ ഒരു ആസ്മ പേഷ്യൻ്റ് പോലെ ആയിരിക്കുന്നൊരു സന്ദർഭമായിരുന്നു ആ സമയം. ഒരിക്കൽ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി പറഞ്ഞു, നീ ഇത്തരം പ്രവർത്തികളിൽ നിന്ന് മാറുകയാണെങ്കിൽ ഞാൻ നിന്നെ പൂർണ്ണമായി സൗഖ്യമാക്കും എന്ന വാക്ക് കേൾക്കാനായിട്ടിടയായി. The Holy Spirit told me, if you give your life to me, I will heal you, I will bless you. നീ നിന്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നുവെങ്കിൽ നിന്നെ സൗഖ്യമാക്കുകയും നിന്നെ ശക്തീകരിക്കുകയും ചെയ്യുമെന്ന്. I go every Sunday. ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും പോകും. The Holy Spirit every time told me that. പരിശുദ്ധാത്മാവ് എപ്പോഴും എന്നോട് സംസാരിക്കും. One day I decided. ഒരു ദിവസം ഞാൻ തീരുമാനമെടുത്തു. That week I lot of smoke, marijuana and all the bad things I did that week, full of week. That coming Sunday I swear with God that Sunday is coming, I will not do anything again. ഒരാഴ്ച മുഴുവൻ ഇതിൽ ഏർപ്പെട്ടു. ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന തീരുമാനം പിന്നീട് എടുത്തു. Then the Sundays came, I left everything what I am doing. ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ മാറ്റിവെച്ചു. I went to so many doctors to get well from that problem. ആസ്മയിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യം കിട്ടാൻ ഞാൻ പല ഡോക്ടർമാരെയും കണ്ടിരുന്നു. When I left all the intoxication, ഞാൻ ആ പാപത്തിന്റെ എല്ലാ വഴികളിൽ നിന്നും ഞാൻ പിന്തിരിഞ്ഞപ്പോൾ pastor prayed me, then I got healed. ആ ദേവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് പൂർണ്ണമായി സൗഖ്യം നൽകുവാൻ ദൈവമിടയാക്കി. Now is running is maybe 12 and 13 years. 13 വർഷങ്ങൾ പിന്നിട്ടു. എനിക്ക് പിന്നീട് ഒരിക്കലും ആ രോഗത്തിന്റെ അവസ്ഥ വന്നിട്ടില്ല. So I gave my life to Jesus. Then that time I'm thinking, I like to preach the word of God and go. I have to learn the word of God. ആ സമയം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടതായി ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യാനുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉടലെടുക്കുവാൻ ഇടയായി. There is in our church top is running one Bible college. ഞങ്ങളുടെ പഞ്ചാബിലുള്ള ചർച്ച് ഹോളിൻ്റെ മുകളിൽ ഒരു ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു. So I talked with my pastor and one of the teachers there. പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, അപ്പോൾ ഒരു ടീച്ചർ അവിടെയുണ്ട്. I also want to learn the word of God. ഞാൻ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നു. So I studied there 2 years there. 2 വർഷം ഞാൻ അവിടെ പഠിക്കാനായിട്ടിടയായി. So I think it's not enough to learn. അപ്പോൾ എനിക്ക് 2 വർഷം പഠിച്ചു കഴിഞ്ഞിട്ടും എനിക്ക് വീണ്ടും പഠിക്കണം എന്ന് തോന്നി. അതായത് ഒന്നും പഠിച്ചായില്ല എന്ന് തോന്നി. This study is not enough to learn to preach anybody to speak about Lord Jesus. അതായത് യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ കുറേം കൂടി പഠിക്കണമെന്ന് എൻ്റെ ഉള്ളിൽ ചിന്ത ഉണ്ടായി. I want to more study about the word of God. ദൈവവചനം കൂടുതൽ പഠിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായി. Because of the very nice preacher and good preacher was there coming and preach and very well they are speak. അവരെ വന്നുകൊണ്ട് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുന്ന ദേവദാസന്മാരെ കണ്ടപ്പോൾ എനിക്ക് പിന്നെയും പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. At that time there was in Tribhulla in Hebron, there fasting prayers going on. അന്ന് ഈ തിരുവല്ലയിൽ ഈ IBCയുടെ ഒരു വലിയൊരു ഫാസ്റ്റിംഗ് പ്രയർ, ദീർഘനാളുകളുള്ള ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടക്കാനിടയിൽ 40-day fasting prayer was. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ I went there and took 40-day fasting there. ഞാൻ 40 ദിവസം അവിടെ വന്ന് ഉപവസിച്ച് പ്രാർത്ഥിപ്പാനായിട്ടിടയിൽ. I was praying, Lord, I want to study in Kerala. ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് കേരളത്തിൽ വന്നിട്ട് പഠിക്കാനായിട്ട് ബൈബിൾ പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. Then I took 40-day fasting, that complete 45-day fasting. With very sadness I came back from home because my prayer is not answered. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല. Then when I was my home, my teacher, one of
told me, Ravi, you want to go Kerala to study? അപ്പോൾ എൻ്റെ ടീച്ചർ ചോദിച്ചു, രവി നിനക്ക് കേരളത്തിൽ പോയി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. Yeah, I told, yes, sir, why not? I'm praying for that. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. So he made all the plan, all the things. എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി സജ്ജീകരിച്ചു. Then I came in Alwa, ആലുവയിലേക്ക് ഞാൻ വന്നു. Kochi, then I studied there. 3.5 years I studied from there. 3.5 വർഷം ഞാൻ അവിടെ പഠിക്കാനായിട്ടിടയിൽ. At that time I'm working with Pastor Paul also. ആ സമയത്താണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൂടെ പ്രവർത്തിപ്പാനായിട്ട് ദൈവം അവസരം ഒരുക്കിയത്. Then I started my life with Christ. അങ്ങനെ ഞാൻ, to me. എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, എന്നാൽ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട്. My family, not my friends, anybody, nobody helped me to learn the word of God and walk on the way of Christ. ദൈവവചനം പഠിക്കാനും ദൈവവചനത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാനും എന്നെ സഹായിക്കുവാനോ എന്നെ പ്രോത്സാഹിപ്പിക്കാനോ എൻ്റെ കുടുംബത്തിൽ നിന്നോ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നോ ആരും ഉണ്ടായിരുന്നില്ല. God raised many people for my help. എന്നാൽ എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ വഴിയിൽ പ്രശോഭിപ്പാൻ തക്കവണ്ണം അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കാനായിട്ടിടയിൽ. When we are learning in Bible, we need soap and books and pants and all these things we need. ബൈബിൾ കോളേജിൽ പഠിക്കണമെങ്കിൽ പാൻസ് വേണം, ഷർട്ട് വേണം, പുസ്തകം വേണം, അങ്ങനെ പല കാര്യങ്ങളും വേണം. God opened a door with Pastor Paul. I'm serving here. അതായത് ദൈവം അതിനുള്ള അവസരങ്ങളെല്ലാം ഒരുക്കുവാനായിട്ട് ദൈവം. Something Pastor Paul gave me that I used in my studies. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് ചില കാര്യങ്ങൾ ദൈവം പാസ്റ്ററിലൂടെയും. That's very helpful to me. അത് എന്നെ വളരെയധികം സഹായിച്ചു. God opened the door for me that. അത് ദൈവത്തിൻ്റെ വഴികൾ എനിക്ക് വേണ്ടി വാതിൽ തുറക്കുവാനുള്ള ഒരു വഴിയായിരുന്നു. I lot of suffer in my life because of the Christ. കർത്താവായ യേശുവിനെ ഞാൻ കൈക്കൊണ്ട് നിമിത്തം എൻ്റെ ജീവിതത്തിൽ പലതും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. I went many places for serving the Lord. ഞാൻ കർത്താവിനെ സേവിക്കാനായിട്ട് വിവിധ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. Andaman and UP with Pastor Paul. ആൻഡമാനിൽ പോയിട്ടുണ്ട്, യുപിയിൽ എന്നോടുകൂടെ പോയിട്ടുണ്ട്, പഞ്ചാബിൽ. Then I continue the work of God. ഞാൻ കർത്താവിൻ്റെ വേല ആഗ്രഹത്തോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Now I am serving Lord in Jammu Kashmir. ഞാൻ ജമ്മു കാശ്മീരിൽ കർത്താവിൻ്റെ വേല ചെയ്യും. At the time also I got very problems there. അവിടെയും അനേക വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ഥലമാണ്. When the corona is rise, I had a heavy corona in my life. I'm going to die. കൊറോണ കാലത്ത് എനിക്ക് കൊറോണ ബാധിക്കും, ഞാൻ മരണത്തിൻ്റെ വക്കിലൂടെ കടന്നുപോയി. Doctor given me, he will not leave. ഇനി ജീവിക്കില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. I prayed, so many people prayed for me. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി അനേക ദൈവഭക്തകൾ പ്രാർത്ഥിച്ചു. Then I got back from that. എനിക്ക് അവിടെ നിന്ന് ആ മരണവക്രത്തിൽ നിന്ന് എന്നെ രക്ഷിപ്പാനായിട്ട് I told Lord, give me chance. Lord, save me. If I die, what my family will say? ഹല്ലേലൂയ. The God he following, he cannot save him. ഈ രോഗത്താൽ ഞാൻ മരിച്ചുപോയാണ്, എൻ്റെ കുടുംബക്കാർ എന്തു പറയും? അങ്ങേക്ക് എന്നെ രക്ഷിക്കാൻ കഴിയില്ലേ എന്ന് ഞാൻ ചോദിച്ചു. At that night, ആ രാത്രി I got healing. They put 2-3 injection in my stomach. എനിക്ക് 2-3 ഇഞ്ചക്ഷൻ തന്നു. At night, more than half of my sickness is gone. എൻ്റെ രോഗത്തിൻ്റെ പകുതി ഭാഗം അവിടെ വെച്ച് തന്നെ അപ്രത്യക്ഷമാകാനായിട്ടിടയിൽ. When I was admitted in a hospital, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ശ്വസിക്കാൻ കഴിയുമായിരുന്നു. ഓക്സിജൻ സിലിണ്ടർ full of speed. ഭയങ്കര സ്പീഡിൽ ആ ഓക്സിജൻ സിലിണ്ടറിൽ വർക്ക് ചെയ്യാനായിട്ടിടയായി. Because I'm not properly breathe. എനിക്ക് ശരിക്കും ശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. My lungs full of damage and infection. ആ ഇൻഫെക്ഷൻ വന്ന് എൻ്റെ ലങ്സ് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ചെയ്ത പോലെ അവസ്ഥയിൽ. God saved me from there. ദൈവം എന്നെ ആ മരണകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചു. And after that, finishing that my sickness, and I went one place, Batinda, and also there I served the Lord. Then I got opportunity to work for the Lord in Jammu Kashmir. ഞാൻ ആദ്യം ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തു. അത് മുഖേന എനിക്ക് ജമ്മു കാശ്മീരിൽ പ്രവർത്തിക്കാനുള്ള അവസരം ദൈവം തുറന്നു. 2021 I went to Jammu Kashmir. 2021 ഞാൻ ജമ്മു കാശ്മീരിലേക്ക്. There also I got sickness. അവിടെ ചെന്നപ്പോൾ എനിക്ക് ആ കാലാവസ്ഥ എന്നെ വീണ്ടും Satan was fighting, and Satan is fighting with me always. പൈശാചിക ശക്തികൾ എന്നെ അപായപ്പെടുത്തുവാനും
എൻ്റെ ശുശ്രൂഷ നശിപ്പിക്കാനും തക്കണം പോരാടിക്കൊണ്ടിരിക്കും. I know God has plan in my life. ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. That's why Shaitan want to destroy me. അതുകൊണ്ടാണ് പിശാച് എന്നോട് പോരാടുന്നതും എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതും ഒക്കെ എന്ന് എനിക്ക് മനസ്സിലായി. When I went there, I got a TB sickness again. വീണ്ടും അവിടെ ചെന്ന സമയത്ത് എനിക്ക് TB ബാധിക്കാനായിട്ടിടയായി. They are also not very weak, I guess. ഞാൻ വളരെ വീക്കായി പോയി. When I came back and I took medicine 6 months. ഞാൻ തിരിച്ചു വന്ന് 6 മാസം ഞാൻ ചികിത്സയിലൂടെ I കടന്നു. was on the bed 6 months in my home. ഞാൻ 6 മാസക്കാലം എൻ്റെ വീട്ടിൽ ഞാൻ കിടക്കലായിരുന്നു. But I never give up. എന്നാൽ ഞാൻ പിന്മാറാൻ തയ്യാറായില്ല. I again went there. ഞാൻ വീണ്ടും ജമ്മു കാശ്മീരിലേക്ക് പോയി. Then I got married from Jammu Kashmir. ജമ്മു കാശ്മീരിൽ നിന്ന് വിവാഹം കഴിക്കാൻ ദൈവം എനിക്ക് അവസരം ലഭിച്ചു. Then I have one child boy. ഒരു Elijah. ഒരു ആൺകുട്ടി, മിടുക്കനായ ഒരു ആൺകുട്ടിയെ എനിക്ക് തന്നു. അവൻ്റെ പേര് എലീഷ എന്ന Eliza. എലൈസ. ഏലിയാവും അല്ലേ? Alien Eliza. ആ, In English is Eliza. In Hindi and Malayalam, Alien. ഏലിയാവ് എന്ന് പേരിട്ടിരിക്കുകയാണ് എൻ്റെ മോൻ. So now still I'm working there. ഞാൻ ഇപ്പോഴും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. More of the thing I will tell you Sunday. സൺഡേയിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. I want to tell you, if we are walking with God. നാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ Lot of challenges will we face. നാം പലവിധങ്ങളായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. If you have no challenge in your life, ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോരാട്ടമില്ല എങ്കിൽ, ഒരു ഇതുകളും ഇല്ല എങ്കിൽ, Shaitan have no any work with you. നിങ്ങളോട് ചെയ്യാൻ സാധാരണ ഒരു പ്രവൃത്തിയില്ല എന്നുള്ളതാണ്. What I say in Hindi, auntie, what if you are have no challenge in your life, what we call in Malayalam, Shaitan को आपसे कोई फर्क नहीं पड़ता है. ആ, നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതികൂലം ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കാര്യമായിട്ടൊന്നും എതിർക്കേണ്ടി വരുന്നില്ല എന്നാണ് അതിന്റെ You അർത്ഥം. are a simple believer and no Shaitan had no any problem with you. നിങ്ങളൊരു സാധാരണ വിശ്വാസിയായിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ സാത്താൻ വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നില്ല. If you have in your life plan, if God is planning in your life, ദൈവത്തിന്റെ ഹിതം നിങ്ങളുടെ ജീവിതത്തിൽ പ്രമുഖമായിട്ട് പ്രാമുഖ്യമായിട്ട് വരുന്നുവെങ്കിൽ then Shaitan will torture you. എന്നാൽ സാത്താൻ അടങ്ങിയിരിക്കില്ല, നമുക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നുള്ള സത്യമായ കാര്യം. Shaitan will torture you mentally. ആ, മാനസികമായിട്ട് നിന്നെ തകർക്കാനായിട്ട് ശ്രമിക്കും. If he want to destroy you, because God has plan in your life. ദൈവത്തിന്റെ പ്ലാൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവനത് ചെയ്യാൻ ശ്രമിക്കുന്നത്. So if you are fighting with Shaitan, don't worry anything. ആ, പിശാചുമായിട്ട് പോരാടുമ്പോൾ നിങ്ങൾ ഒന്നും ഭയപ്പെടണ്ട. Sometimes he put you sickness, ചിലപ്പോൾ രോഗത്തിൽ കൊണ്ടുവരാം, financially problems, ചിലപ്പോൾ സാമ്പത്തിക പ്രോബ്ലത്തിൽ കൊണ്ടുവരാം, family problems. ചിലപ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം. Many problems will come before you. ചിലപ്പോൾ പലവിധങ്ങളായ പല ബഹുമുഖങ്ങളായ വിഷയങ്ങൾ നിങ്ങളെ പോരാടുന്നു വന്നേക്കാം. Because we have war with Shaitan. ദൈവത്തിന്റെ വചനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പിശാചിനെതിരെ പോരാട്ടമുണ്ട്. We have war in Ephesians, we read that. Ah, We now- have war with Shaitan. നമുക്ക് പൈശാചികനോട് പോരാട്ടമുണ്ട്. Praise God. Hallelujah. ഹല്ലേലൂയ. We have to complete the work of God. നമുക്ക് കർത്താവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കണം എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. There is one verse is written maybe 9th chapter Matthew. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. And laborers are few. അതായത് വേലക്കാരോ ചുരുക്കം. The paddy field is full of paddy, Anna- but laborers is few. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ വളരെ ചുരുക്കം. We are labor in God's field. നാം ദൈവത്തിന്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. So we have to work for the Lord. നാം കർത്താവിന് വേണ്ടി ജോലി ചെയ്യണം. We have to do anyhow. Which situation we are going, how we are going, that does not matter. Now- We have to do the work of God. നാം എങ്ങനെ പോകുന്നു, എന്തെല്ലാം സാഹചര്യങ്ങൾ കടന്നു പോകുന്നു അല്ല വിഷയം, നാം എന്ത് ചെയ്യുന്നു കർത്താവിന് വേണ്ടി എന്നുള്ളതാണ് വിഷയം. This is our lifestyle will be. അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ, ജീവിത ശൈലിയാണ് ദൈവം ക്രിസ്ത്യാനികൾക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്. So that I decided to give my life. Many challenges I faced from my persecution, from my family, my relatives. All they told me, they mocked me many times. എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ ഞാൻ അനുഭവിക്കാനിടയായിട്ടുണ്ട്. പക്ഷെ ഞാൻ പിന്തിരിയുവാൻ ഇടയായില്ല. I
stand for the Lord. ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുകയാണ്. That's we have to do. അതാണ് നാം ചെയ്യേണ്ടത്. Our Lord is coming one day. നമ്മുടെ കർത്താവ് വീണ്ടും വരും. We have to go there. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നാം കടന്നു പോകേണ്ടതുണ്ട്. This is our hope. അതാണ് നമ്മുടെ പ്രത്യാശ. Then we have to take many people with us. നാം മാത്രമല്ല പോകേണ്ടത്, നമ്മുടെ കൂടെ പലരെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. This is our vision, this is our dream, everything. അതാണ് നമ്മുടെ സ്വപ്നവും നമ്മുടെ ദർശനവും. Our plan is God's plan. നമ്മുടെ പ്ലാൻ അല്ല ദൈവത്തിന്റെ പ്ലാൻ. ദൈവത്തിന്റെ പ്ലാൻ ആയിരിക്കണം നമ്മുടെ പ്ലാൻ. God's plan will be fulfilled in our life. ദൈവത്തിന്റെ പദ്ധതിയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. Now I'm still, how many problems came my life, still I am doing the work of God. ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലും ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നതിൽ ആ പ്ലാൻ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. In the Psalms 23rd, 23 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ you will go through the valley of the death, മരണകരമായ മരണനിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും but I will hold your hand. ഞാൻ നിന്റെ കരം പിടിക്കും. Nothing will happen to ഞാൻ you. ഭയപ്പെടില്ല. God will help you. ദൈവം നമ്മെ സഹായിക്കും. God always help us. ദൈവം എപ്പോഴും നമ്മെ സഹായിക്കുന്ന We ദൈവമാണ്. stand for the Lord. നാം കർത്താവിന് വേണ്ടി നിൽക്കണം. We preach for the നാം Lord. കർത്താവിന് വേണ്ടി We പ്രസംഗിക്കണം. win the soul for the Lord. നാം കർത്താവിന് വേണ്ടി ആത്മാക്കളെ This is സമ്പാദിക്കണം. our life, only God. അതാണ് നമ്മുടെ ജീവിതം. We do the work of God. നാം കർത്താവിന്റെ വേല ചെയ്യണം. I decided to give my life to the Lord. ഞാൻ കർത്താവിന് വേണ്ടി ജീവിതം കൊടുക്കാൻ ആഗ്രഹിച്ചു. Still God handling me, holding me, and taking me many places. ഇന്നും ദൈവം എന്നെ കൈപിടിച്ച് വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. God told me earlier, it's my days in Christ, I will take you many places. ഹല്ലേലൂയ. ഞാൻ കർത്താവിലേക്ക് വന്ന നാളുകളിൽ കർത്താവിനോട് പറഞ്ഞു, നിന്നെ ഞാൻ നീ അറിയാത്ത അനേക സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. So see, did you see the map? മാപ്പ്, Indian map, see? ഇന്ത്യൻ മാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? From here to I came here. ഹല്ലേലൂയ. അതിന്റെ അറ്റത്ത് നിന്നാണ് ഞാൻ ഈ കേരളത്തിന്റെ അറ്റത്തേക്ക് വന്നത്. More than 3,000 kilometers I suffered. 3000 കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ ദൈവവിടെയാണ്. It is not first time, many time I ഒരു വട്ടമല്ല, പലവട്ടം ഈ പ്രദേശങ്ങളിലൂടെ കടന്നു പോകും. I'm running for the Lord. ഞാൻ കർത്താവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. Our goal to preach the gospel of Christ. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം Bring the people in Christ. കർത്താവിലേക്ക് അനേകരെ കൊണ്ടുവരുവാൻ ഞാൻ ജീവിതം ഉപയോഗിക്കും. If you have any plan in your life, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനെ വ്യക്തമായൊരു പ്ലാൻ നിങ്ങൾക്കില്ല എങ്കിൽ pray and do the work of God. ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുവാൻ സന്നദ്ധരാണ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. May Lord bless you all. ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധിയായിട്ട് And the language is very problem to us. How I manage, I don't know. ഹല്ലേലൂയ. One more thing you have to tell. Without studying the school, how you Yeah. learn. That's also. Yeah. എങ്ങനെയാണ് താൻ ഒരു I സ്കൂളിൽ never പോകാത്ത gone ഒരു school. കുട്ടി, എങ്ങനെയാണ് ഈ കോളേജിൽ പഠിച്ചത് അല്ലെങ്കിൽ ഇത് പഠിച്ചതെന്ന് കൂടി പറയാൻ ഞാൻ ആവശ്യപ്പെടും. Yeah. I never gone to school. ഞാൻ സ്കൂളിൽ പോയിട്ടേ ഇല്ല. I learned from the only Bible colleges. ബൈബിൾ കോളേജുകളിൽ ബൈബിൾ പഠിച്ച നിമിത്തമാണ് ഞാൻ അക്ഷരം പഠിച്ചത്. I learned Hindi, English. ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചത് ഈ ബൈബിൾ വായിച്ചിട്ടും ബൈബിൾ ചെയ്തിട്ട് ഞാൻ പഠിച്ചത്. From the Bible I only learned. ഈ ബൈബിളാണ് എന്നെ ഈ ലാംഗ്വേജ് ഒക്കെ പറയാനും എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത്. Prayed and fasting so many times. ഞാൻ പലപ്പോഴും ഉപവസിക്കും പ്രാർത്ഥിക്കുകയും ചെയ്തു. Then now I can read, I can preach, I can. എനിക്ക് വായിക്കാനും എനിക്ക് പ്രസംഗിക്കാനും എനിക്ക് പഠിക്കാനും ഒക്കെയും ദൈവം പ്രസംഗിക്കാനും ഒക്കെ. Hallelujah. ഹല്ലേലൂയ. If you have God's in your life plan, God will give everything. ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പ്ലാൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യുവാനുള്ള എല്ലാ പ്രൊവിഷൻസും ദൈവം തരും. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. May God bless you all. നല്ല ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.